അരുണിമ മിസ്സാണ്. ക്രിസ്മസ് എക്സാമിന്റെ ടൈം ടേബിൾ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞു. ഇനിയുള്ളത് കൃത്യമായിട്ടുള്ള പ്ലാനിങ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഓരോ എക്സാം വരുന്ന സമയത്ത് അതുവരെയുള്ള നമ്മുടെ റുട്ടീനിൽ നിന്ന് കുറച്ചെങ്കിലും മാറ്റം നമ്മൾ എപ്പോഴും വരുത്തണം അല്ലേ? ആ ഒരു മാറ്റമായിരിക്കും നമ്മുടെ എക്സാമിന് എത്രത്തോളം ഗ്രേഡ് നമ്മൾ ഇംപ്രൂവ് ആവുമെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ട്രിക്സുകളും ടിപ്സുകളും പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് മിസ് ഇന്ന് വന്നിരിക്കുന്നത്. ഇത് ക്രിസ്മസ് എക്സാമിന് മാത്രമല്ല, നിങ്ങൾക്ക് ഏത് എക്സാം ആണോ മുന്നിൽ വരുന്നത് അതിനൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. കൃത്യമായിട്ട് ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ എക്സാം ടൈം ടേബിളുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു കൃത്യമായിട്ടുള്ള പ്ലാനിങ്, എക്സാം ടൈം ടേബിളിനോടൊപ്പം തന്നെ നിങ്ങളുടേതായിട്ടുള്ള ഒരു പ്ലാനിങ് ഉണ്ടാക്കുക. നിങ്ങൾക്ക് ഡേറ്റ്സ് ഒക്കെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അതിനുശേഷം ഏതൊക്കെ ഭാഗങ്ങളാണ് പഠിക്കാനുള്ളത്, എത്രത്തോളം മാർക്കിന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ആദ്യം ഒരു ഐഡിയ ഉണ്ടാക്കുക. രണ്ടാമതായിട്ട് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം, ഈ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ തന്നെ 50% മാർക്ക് നിങ്ങൾക്ക് കിട്ടിയെന്ന് നിങ്ങൾ ഉറപ്പിച്ചോളൂ. എന്താണ് ആ രണ്ടാമത്തെ കാര്യം? എക്സാമിൻ്റെ മുൻവർഷ ക്വസ്റ്റ്യൻ പേപ്പറുകൾ അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം വരുന്നത് ക്രിസ്മസ് എക്സാം ആണ്. അപ്പോൾ ക്രിസ്മസ് എക്സാമിന് ഒരുപാട് വർഷത്തിലുള്ള ചോദ്യ പേപ്പറുകളുടെ ഒരു കളക്ഷൻ നമുക്ക് ഇൻ്റർനെറ്റിൽ നിന്നും അല്ലെങ്കിൽ സൈലത്തിൽ നിന്നും ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. നമുക്ക് നമ്മുടെ ബാച്ചിലുള്ള മക്കളാണെങ്കിൽ നമ്മൾ ഓൾറെഡി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ തന്നെ ഒരു 50% മാർക്ക് നിങ്ങൾക്ക് കിട്ടിയെന്ന് നിങ്ങൾ ഉറപ്പിച്ചോളൂ. ആ ക്വസ്റ്റ്യൻ എഴുതി കഴിയുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏതാണ് നിങ്ങളുടെ ടഫ് ആയിട്ടുള്ള ഭാഗം, അല്ലെങ്കിൽ ഏതാണ് ഞങ്ങൾ ഇത്രയും ക്ലിയർ ആണെന്നുള്ള, അല്ലേ, ഏറ്റവും അടിപൊളിയായിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന ഭാഗം ഏതാണെന്നൊക്കെ ഉള്ളത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. അങ്ങനെ മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ആ ടഫ് ആയിട്ടുള്ള പോർഷന് വേണ്ടിയിട്ട് കുറച്ചധികം സമയം മാറ്റി വെക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ മാത്സ് ആയിരിക്കും, ചിലപ്പം ബേസിക് സയൻസ് ആയിരിക്കും, ചിലപ്പോൾ ഇംഗ്ലീഷ് ആയിരിക്കാം. ഏതാണോ നിങ്ങളുടെ ടഫ് സബ്ജക്റ്റ്, ആ ടഫ് സബ്ജക്റ്റിന് വേണ്ടി കുറച്ചധികം സമയം മാറ്റി വെക്കേണ്ടതുണ്ട്. പലപ്പോഴും ടഫ് സബ്ജക്റ്റ് പഠിക്കാനായിരിക്കും നമുക്ക് ഏറ്റവും മടി. ആ ഒരു കാര്യം നമ്മൾ ഇനി മാറ്റി വെക്കണം. ടഫ് സബ്ജക്ട്സിന് വേണം നമ്മൾ ഏറ്റവും കൂടുതൽ ടൈം നമ്മൾ എന്ത് ചെയ്യാൻ, അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. മൂന്നാമതായിട്ട്, നിങ്ങൾ ഒരുപാട് മോട്ടിവേഷൻസ് ഒക്കെ ഇങ്ങനെ കേൾക്കാറുണ്ട് അല്ലേ? അതിൽ നിങ്ങൾ എവിടെയെങ്കിലും ഒക്കെ കേട്ട ഒരു കാര്യമായിരിക്കും അറ്റോമിക് ഹാബിറ്റ്സ് എന്ന് പറയുന്ന ഒരു പുസ്തകം. ആ പുസ്തകത്തിൽ ഒരു വാക്ക് പറയുന്നുണ്ട്, ഹാബിറ്റ് സ്റ്റാക്കിംഗ്. ഇത് കേൾക്കുമ്പോൾ നമുക്ക് എന്താണെന്ന് വലിയ ഐഡിയ ഒന്നും തോന്നത്തില്ല അല്ലേ? എന്നാൽ വളരെ സിമ്പിളായിട്ട് മിസ് പറയാം. നിങ്ങൾക്ക് ഇപ്പം മാത്സ് ആണ് ടഫായിട്ടുള്ള ഒരു കാര്യം എന്ന് വിചാരിച്ചോ. മാത്സ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ആ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുന്നുണ്ടാവുമല്ലോ. പ്രോബ്ലംസ് പഠിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ കൂടെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഫോർമുലാസ് കൂടെ ഒന്ന് ബൈ ഹാർട്ട് ചെയ്യുക. മനസ്സിലായോ? അപ്പം നമ്മൾ ആദ്യം പ്രോബ്ലം ചെയ്തു, അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്തു, ആ ഫോർമുലാസ് കൂടെ ബൈ ഹാർട്ട് ചെയ്തു. ഇത് ബേസിക് സയൻസിൻ്റെ കാര്യത്തിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കൺസെപ്റ്റ് പഠിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അതിന് വേണ്ട എക്സാമ്പിൾസ് കൂടെ പഠിച്ചു വെക്കാം. അങ്ങനെയാണെങ്കിൽ ആ ഒരു ഭാഗം അവിടെ കഴിഞ്ഞു. അപ്പോൾ ഏതെങ്കിലും ഒരു ഹാബിറ്റിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുക, പുതിയൊരു ഹാബിറ്റ് കൂടെ കണക്ട് ചെയ്യുക എന്നുള്ളതിന് പകരം നമ്മളിവിടെ എന്ത് ചെയ്യുകയാണ്, നമ്മൾ പഠിക്കുന്ന ഭാഗത്തോടൊപ്പം നമുക്ക് വേണ്ട മറ്റൊരു കാര്യം കൂടെ നമ്മൾ എന്ത് ചെയ്തു, ചേർത്ത് വെച്ചു. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ടിപ്സുകൾ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇപ്രാവശ്യത്തെ എക്സാമിന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഗ്രേഡ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. അപ്പോൾ എല്ലാവരും എക്സാം ഒക്കെ അടിപൊളിയായിട്ട് എഴുതുക. നിങ്ങളുടേതായിട്ടുള്ള ഒരു പുതിയ ടൈം ടേബിൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. റീസെറ്റ് യുവർ ടൈം ടേബിൾ ആൻഡ് get full marks in your exam. Bye-bye.